കടല് വാഴക്കൈയിലിരുന്ന് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങി രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ടൈം 4:35 ആകാൻ പോകുന്നു. അപ്പം നമ്മൾ ഇന്നലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാനുള്ള എല്ലാം കഴുകി ഒക്കെ റെഡിയാക്കി കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളുപ്പിനെ അത് കത്തിച്ചതിന് ശേഷം കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 4:50 ആയിട്ടുണ്ട് ടൈം. അപ്പം രാവിലെ നല്ല അടിപൊളി ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ്, മത്തങ്ങ, തക്കാളി, പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് ഇത്ര മാത്രമേ ഇതിനകത്ത് അരച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ചോറ് വേകുന്നു. പിന്നെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് ആമയുടെ ക്ഷേത്രത്തിനടുത്താണ്. അപ്പം ഞാൻ അവിടെ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയാണ് പുറത്ത് പെയ്യുന്നത്. അപ്പോൾ ഈ റെയിൻകോട്ടിൻ്റെ കുറച്ച് ഭാഗം കീറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് കുറച്ച് കീറിയിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളറാണ് ഈ ഒരു റെയിൻകോട്ടിന്. അപ്പോൾ അതുകൊണ്ട് വേറെ റെയിൻകോട്ടൊക്കെ അവിടെ 3-4 റെയിൻകോട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കാതെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം മഴയില്ലായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് മഴ. ഇത് ഇടാതെ പോയാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇടേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ചെറിയ മഴയാണെങ്കിലും ഇട്ടിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വണ്ടി ഓരോരുത്തർ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി അങ്ങ് ഉള്ളിലായിപ്പോയി. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് വേണം അടുത്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് റെഡിയായത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബട്ടർഫ്ലൈ കുറച്ച് നേരമായി അവിടെ നിന്ന് ഇങ്ങനെ തേൻ കുടിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതങ്ങ് പറന്നുപോയി. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത്. അവിടെ ഇപ്പോൾ നല്ല പുല്ലൊക്കെ പിടിച്ച് കാട് പോലെ ആയിട്ടുണ്ട്. പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ്. കുറേ പിള്ളേർ. ഇതാണ് വീട്, സൂരജ് ഭവൻ. അപ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി വൈഫൈ ഊറ്റാൻ വേണ്ടി ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇരിപ്പുണ്ട് പുള്ളിക്കാരി വൈഫൈ. പിന്നെ ഇത് അമ്മയാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മഴ ആസ്വദിച്ചിരിക്കുവാണ് ഇങ്ങനെ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് അപ്പം തന്നെ ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ച് നമ്മൾ വരുന്ന വഴിയിൽ നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ. അവിടെ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇനി എടുപ്പിക്കുമോ ഇല്ലയോ എന്നറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഇതുവഴി പോകുമ്പം അവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങ് പോകാറാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കയറി വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കാര്യമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ച് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല എടുത്തോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ കയറി മാതാവിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ മുട്ടക്കടയിൽ കയറി മുട്ടയൊക്കെ വാങ്ങിച്ച് 50 മുട്ടയാണ് വാങ്ങിച്ചത്. അപ്പോൾ വീട്ടിൽ ജിമ്മിന് പോകുന്ന പിള്ളേരുള്ളത് കൊണ്ട് അവർക്ക് മുട്ട വേണം. അങ്ങനെ 50 മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് സെറ്റാക്കി വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരാളുടെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അപ്പോഴത്തേക്ക് നല്ല മഴ വന്നു കേട്ടോ. വീണ്ടും നല്ല മഴ. ഞാൻ തുണി അലക്കുവാണേ. നല്ല മഴ അപ്പം ഞാൻ എന്നും
ചെയ്യാറുണ്ട്. എൻ്റെ കൈക്ക് നല്ല വേദനയായിരുന്നു. അപ്പോൾ ഈ കൈയുടെ വേദന മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നൊരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോ ഇതാണ് നമ്മുടെ ആ എക്സസൈസ് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഇത് ഇതിൻ്റെ പേരാണ് അപ്പോൾ ഇത് നമുക്ക് പല കടകളിലും നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഡെക്കാത്തലോണെന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ കൈക്കാണ് വേദന. അപ്പോൾ ഈ കൈയുടെ വേദന റെസിസ്റ്റൻസ് ബാൻഡ് കൊണ്ടാണ് എൻ്റെ കൈയുടെ വേദന മാറിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാനിതൊരു 10 മിനിറ്റ്. മഴ കൂടി, നല്ല മഴ. അപ്പം ഇതിൻ്റെ വില 950 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ കൈക്ക് നല്ല ഇത് കിട്ടും. നല്ല സംഭവമാണ്. എൻ്റെ കൈവേദന അതോടുകൂടി മാറി. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവമാണ് ഇത്. നമ്മുടെ വണ്ണം, നമ്മുടെ വയറൊക്കെ ഇത് ഭയങ്കര പാടാണ് ചെയ്യാൻ. പക്ഷെ അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തേ നോക്കിക്കും. പ്രാവശ്യം കാലിങ്ങനെ പൊക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.